ടു മൈ വെന്യൂ. അപ്പൊ ക്രിസ്മസിന്റെ നമ്മള് എല്ലാം റെഡും ഗ്രീനും ഒക്കെ ഇട്ടത് വൈറ്റ് ഓർ ക്രീം ബേജ് കളർ ഒന്നും നമ്മൾ അങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്യുന്നതായിട്ടുണ്ട്. ഇപ്പൊ ഞാനിപ്പോ വേറെ ഏതെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മൽച്ചന്തേരി ഫാബ്രിക്കിലോട്ട് ഇതേപോലെ ശരിക്കും എന്താ പറയാ ഈ ഒരു ഫ്ലവേഴ്സിന്റെ മോട്ടീഫ് വന്നിട്ട് എംബ്രോയിഡറി ചെയ്തേക്കുന്നതാണ് കേട്ടോ. ചെറിയ ഫ്ലവേഴ്സ്, റോസ് ഫ്ലവേഴ്സ്, ഗ്രീനും റെഡും ക്രീമും, ആ ഒരു 3 കോമ്പിനേഷനും കൂടെ അടിപൊളിയാണ്. റെഡ് ഫ്ലവേഴ്സും ഗ്രീൻ ഫ്ലവേഴ്സും ക്രിസ്മസിന്റെ ശരിക്കും തീമാണ്. അപ്പൊ അതിന് നമ്മള് ഈ ഒരു പാറ്റേണിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. വിത്തൗട്ട് ദുപ്പട്ടയുടെ ലുക്ക് ഇതായിരിക്കും കേട്ടോ. ദുപ്പട്ട വേണ്ടാന്നുള്ളവർക്ക് ടോപ്പ് ഓൺലി ഒരു ഫ്രോക്ക് പോലെ, എപ്പോഴും പറയുന്ന പോലെ ക്രിസ്മസിന് ഒരു ഫ്രോക്ക് പോലെ വേറെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇതാണ്. നെക്ക് ഇതേപോലെ ഒരു ബോട്ട് നെക്ക് വിത്ത് വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് യോക്ക് ലെവലിലേക്ക് ഈ ഒരു ഫ്ലവേഴ്സ് കൊടുത്തിട്ട് താഴേക്ക് ഈ ഒരു പ്ലീറ്റ്സിന് മിഡിൽ പോർഷനിൽ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട്. മൽച്ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. സ്ലീവിന്റെ എൻഡിലോട്ടും ബോർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ സെയിം ഇതിന് ജോർജറ്റിലുള്ള ദുപ്പട്ടയോ അല്ലെങ്കിൽ മൽച്ചന്തേരിയിലുള്ള ദുപ്പട്ടയിലോട്ട് ഇതുപോലെ ഒരു ലേസ് പാറ്റേൺ, ആ ഒരു ഫ്ലവറിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ലേസ് കോമ്പിനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എൻ പോർഷനിൽ ഇതേപോലെ കൊടുത്തിട്ട് മൽച്ചന്തേരി ഫാബ്രിക്കിലോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് പാറ്റേൺ ഞാനിപ്പോ വേറെ നിൽക്കുന്നതാണ്. ഞാൻ അതിന്റെ ക്ലോസ് ആയിട്ട് കാണിച്ചുതരാം. ഈ ഒരു പാറ്റേൺ ആണ്. ഇതുപോലെ കണ്ടോ, ഇതിന്റെ ആ ഒരു എംബ്രോയിഡറി ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. ആ ഒരു ഫ്ലവേഴ്സ് കണ്ടോ, റോസ് ഫ്ലവേഴ്സ് വന്നിട്ട് ശരിക്കും ആ ഒരു ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ത്രെഡ് വർക്ക് കൊണ്ടുള്ള ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇത് ഈ ഒരു ഫസ്റ്റ് പാറ്റേൺ ആണ് ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്നത്. ടോപ്പ് ഓൺലി ആണെങ്കിലും ടോപ്പ് ദുപ്പട്ട ആണെങ്കിലും അതാണ് അതിന്റെ ആ ഫ്ലവേഴ്സിന്റെ ക്ലോസ് ആയിട്ടുള്ള വ്യൂ വരുന്ന ഈ ഒരു ലുക്ക് ആയിരിക്കും കേട്ടോ. ഇത് ഞാനിപ്പോൾ വേറെ ചെയ്തേക്കണം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ജോർജറ്റിലോട്ട് ചെയ്തേക്കുന്ന കേട്ടോ. ഇതിന്റെ യോക്ക് നമ്മളിത് മുമ്പ് ഒരു പിങ്ക് കളറിലോട്ട് ചെയ്തായിരുന്നു കേട്ടോ. ഭയങ്കര അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇതിനകത്തോട്ട് ഈ ഒരു ഫ്ലവർ ഡിസൈനിലോട്ട് കട്ട് ബീഡ്സും സീക്വൻസും എല്ലാം വെച്ചിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന കേട്ടോ. ഒരു മൾട്ടി കളർ എംബ്രോയിഡറി ആണ്. ബ്ലൂ, പിങ്ക്, റെഡ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. നല്ല ഭംഗിയാണ് കണ്ടോ. ആ ഒരു യോക്ക് എൻഡിലോട്ട് ഇതേപോലെ സ്കാൽപ്പ് ഒക്കെ വന്നിട്ട് ഗോൾഡൻ കളർ ബോർഡർ ആ സ്കാൽപ്പിന് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ്. ആ ഒരു വൈറ്റിലോട്ട് ക്രീം കളറിലോട്ട് ഈ ഒരു യോക്ക് വരുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ജോർജറ്റിലോട്ടാണ്, നമ്മൾ പ്യുവർ ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കിലോട്ടാണ് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ പ്ലെയിൻ. ടോപ്പ് ഓൺലി ആണെങ്കിൽ ഇതുപോലെ ഒരു ഫ്രോക്ക് പോലെ എപ്പോഴും പറയുന്ന പോലെ വെയർ ചെയ്യാം. താഴെ ഒരു പെലാസോ ബോട്ടം എന്തായാലും വൈറ്റോ എല്ലാവരുടെയും കയ്യിലുണ്ടാവും ഇതുപോലെ. അപ്പം ഇതിന്റെ സെക്കൻഡ് പാറ്റേണിന്റെ ലുക്ക് ഇതേപോലെ. അതിനകത്തോട്ട് നമ്മൾ ഇതുപോലെ എംബ്രോയിഡറി വരുന്ന ഒരു ഫാബ്രിക് നല്ല ഭംഗിയാണ്. ആ ശരിക്കും ഇത് ത്രെഡ് കൊണ്ട് വർക്ക് ചെയ്തേക്കുന്നതാണ്. അതിനകത്ത് ആ ഒരു ഭയങ്കര ഭംഗിയാണ് ആ വർക്ക് കാണാൻ. ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. അതുപോലെ ഇതിന്റെ എൻഡിലോട്ടും നമ്മൾ ആ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ആ പ്ലീറ്റ്സ് വരുമ്പോൾ അത് കിടക്കണം, നല്ല ഭംഗിയാണ്. ആ താഴോട്ട് ആ പ്ലീറ്റ്സ് കൊടുത്തിട്ട് ആ ഓരോ ഫ്ലവേഴ്സും നീറ്റ് ആയിട്ടുള്ള വർക്കാണ്. ആ സ്ലീവിന്റെ എൻഡിലോട്ടും നമ്മൾ ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ എൻഡ് കണ്ടോ, ഈ എൻഡ് പോർഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതേപോലെ കണ്ടോ. ആ ഫ്ലവർ നമ്മൾ അത്ര ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ താഴോട്ട്. അപ്പം ഒരു വൈറ്റ് ക്രേപ്പ് കൊണ്ടുള്ള ബോട്ടം ആണെങ്കിൽ എല്ലാവർക്കും വേണമെങ്കിൽ അത് സെറ്റ് ചെയ്ത് തരാം. അപ്പം ഈ ഒരു ലുക്ക് ഇതേപോലെ ആയിരിക്കും. സ്ലീവിലൊക്കെ ബോർഡറും ശരിക്കും ഒരു ലേസ് വെച്ച ലുക്കാണ്. അത്ര ബ്യൂട്ടിഫുൾ ആണ് ഇതിന്റെ. അടുത്തത് നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതുപോലെ ഒരു പേൾ വൈറ്റിലോട്ട് ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മിഡിൽ പോർഷനിൽ നമ്മൾ ഇതേപോലെ നെറ്റ് കോട്ട ഫാബ്രിക്കിലോട്ട് ഫുള്ളി വർക്ക് വരുന്ന ഒരു ഭയങ്കര എന്താ പറയാ, ആ എംബ്രോയിഡറി ലൈറ്റ് പിങ്കും ഗ്രീനും മിക്സ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഇതിനകത്ത് മിഡിൽ പോർഷനിൽ വന്നേക്കുന്നത്. ഞാനത് ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിനിപ്പോ എല്ലാം നമ്മൾ ഈ ബോർഡർ താഴോട്ടൊരു കണ്ടോ, ഈ ഒരു ബോർഡർ പോലെ കൊടുത്തേക്കുന്ന ഒരു ഫ്രോക്ക് പോലെ തോന്നാൻ വേണ്ടിയിട്ട് ബോർഡർ പോലെ കൊടുത്തേക്കുന്നത്. അപ്പം ഇതും നമ്മൾ ഒരു സ്ട്രെയിറ്റ് വി വെച്ചിട്ട് നല്ല ഒതുക്കം തോന്നും. ഞാൻ പറഞ്ഞില്ല, സ്ട്രെയിറ്റ് വി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നല്ല ബോഡി ഫിറ്റ് ഇതായിട്ട് തോന്നും. അപ്പം ഈ ഒരു പാറ്റേൺ സ്ലീവിലോട്ടൊന്നും ബോർഡർ ഇല്ല, നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇതിന്റെ ക്ലോസ് പിക്ക് ഞാൻ അയച്ചുതരാം. പിന്നെ ഇത് കണ്ടോ, ഇതാണ് അതിന്റെ ആ ഒരു എംബ്രോയിഡറി വന്നേക്കുന്നതാണ്ടോ. ഇതുപോലെ യോക്ക് പോർഷനിലോട്ട് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി ആണ്. ഇനി എംബ്രോയിഡറി ആണ് കേട്ടോ, വർക്കാണ്. അതും നമ്മൾ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ഒരു ഇൻവേർട്ടഡ് ഒരു പ്രിൻസസ് കട്ടിന്റെ യോക്ക് ഷേപ്പ് കൊടുത്ത് ബൂട്ടാസും ക്ലോത്ത് ബട്ടണും ലൂപ്പെല്ലാം വെച്ചിട്ടുണ്ട്. അതിന് ഇൻവേർട്ടഡ് പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ ഇത് വേറെ ചെയ്യുമ്പോൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഒരു വ്യൂ ഇതേപോലെ ആയിരിക്കും കേട്ടോ. ഇതാണ് അതിന്റെ ലുക്ക്. ഇതുപോലെ നെറ്റ് കോട്ട ഫാബ്രിക്കിലോട്ട് നമ്മൾ സൈഡിൽ ഇതിന് യൂസ് ചെയ്തേക്കുന്നത് ഓർഗൻസ കേട്ടോ. പ്യുവർ ആയിട്ടുള്ള ഓർഗൻസ ഫാബ്രിക് ആണ്. ഇതിന്റെ മിഡിലിൽ വെച്ചേക്കുന്ന പോർഷൻ ആണ് നെറ്റ് കോട്ടയിലൊക്കെ ഇൻവേർട്ടഡ് പ്ലീറ്റ് എല്ലാം വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ. ഇതിന് ഒരു പ്രിൻസസ് കട്ടിന്റെ ഒരു യോക്ക് ഷേപ്പാണ് കൊടുത്തേക്കുന്നത്. ഇതേപോലെ കണ്ടോ, ഈ ഒരു ഷേപ്പ് നല്ല അതുകൊണ്ട് നല്ല ഫിറ്റിംഗ് കറക്റ്റ് ആയിട്ട് വേണം എന്നുള്ളവർക്ക് ഇതുപോലെ ഇത് സാറ്റിൻ ഓർഗൻസ ഫാബ്രിക്കിലോട്ട് ഇതേപോലെ നെക്കിലോട്ട് ഹാൻഡ് വർക്കിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു നമ്മൾ വർക്കാണ് കൊടുത്തേക്കുന്നത്. സ്ലീവിന്റെ എൻഡിലോട്ടും കൊടുത്തിട്ടുണ്ട്. ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഈ ഫാബ്രിക് ഭയങ്കര സ്മൂത്ത് ആണ് കേട്ടോ. ജോർജറ്റ് അല്ല വരുന്ന സാറ്റിൻ ഓർഗൻസയുടെ ഫാബ്രിക് ആണ്. ഇതിന്റെ നെക്കിലെ വർക്ക് കണ്ടോ, ഇതുപോലെ
ചെറിയ സ്റ്റോൺസും ബീഡ്സ് ഒക്കെ വെച്ചിട്ട് പ്യുവർ ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിലോട്ട് വെച്ചേക്കുന്നത് നല്ല അടിപൊളി വർക്കാട്ടോ. സിൽവർ കളറും നല്ല വൈറ്റിന്റെയും കൂടെ മിക്സ് ആയിട്ടുള്ള കളറാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പം ഇതിന് ഈ ലുക്ക് ആയിരിക്കും. ഇതിന്റെയും താഴെ നമ്മൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള എ ലൈൻ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. താഴോട്ട് ഇതേപോലെ ലോക്ക് ചെയ്യാതെ ഈ ഒരു വീതിയിൽ ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇതിന്റെ നെക്ക് ഇതേപോലെ വി നെക്ക് വിത്ത് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പാറ്റേൺ. അപ്പൊ അടുത്ത പാറ്റേൺ ഇതേപോലെ മൽച്ചന്തേരിയിൽ തന്നെ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഫംഗ്ഷൻ ഒരു ക്രിസ്മസിനായാലും ഓണത്തിനൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കണേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എപ്പോൾ യൂസ് ചെയ്താലും ഇതുപോലെ മൽച്ചന്തേരിയിലോട്ട് നല്ലൊരു കളറും എന്താ പറയാ, ഇതിനകത്തോട്ട് യോക്കിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് കൊണ്ടുള്ള ഒരു എംബ്രോയിഡറിയും പിന്നെ ലേസ് പാറ്റേണും ക്രോഷോ ലേസ് ഒക്കെ കൊടുത്തിട്ട് സ്ക്വയർ പോലെ കൊടുത്ത് ഇത്രയും പോർഷൻ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്ത് ഒരു ലൂപ്പും ബട്ടനൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലോട്ടും ഒരു ക്രോഷിയോടെ ലേസും വിത്ത് ആ ഒരു ചെറിയ ബോർഡറും കണ്ടോ, ക്രോഷിയോ ലേസും ചെറിയൊരു ബോർഡറും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് കേട്ടോ. മൽച്ചന്തേരി ആയതുകൊണ്ട് തന്നെ നല്ല അതേപോലെ കിടക്കും. അതിന്റെ താഴോട്ട് ഇതേപോലെ റൗണ്ടിലായിട്ട് കട്ട് ചെയ്തേക്കണോണ്ട് ഒരു ഫ്രോക്കിന്റെ ഒരു ലുക്കും ഉണ്ടാവും. കറക്റ്റ് ആ ഷേപ്പിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ട്രാൻസ്പെറന്റ് നെക്കും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നെക്കിന്റെ വ്യൂ വരുന്നത്. ഈ ഒരു ലുക്ക് ഓക്കെ. ഇതിന്റെ ബീഡ്സ് പോലെ അതേപോലെയുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട്. നെറ്റ് ഫാബ്രിക്കിലോട്ട് ഹാൻഡ് വർക്കിന് സിമിലർ ആയിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്രയും ഫ്ലെയറിൽ കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ ബോട്ടനൊക്കെ വെച്ച് വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. എന്താ ഞാനിപ്പം വേറെ ചെയ്തേക്കുന്ന ഈ ഒരു പാറ്റേൺ ആണ്. ഇതിന്റെ വർക്ക് കണ്ടോ, ഇതുപോലെ ഒരു സിൽവർ കളർ, സിൽവർ അല്ല നല്ലൊരു ക്രീം കളർ വരുന്ന ബീഡ്സിന്റെ വർക്കാണ് കൊടുത്തേക്കുന്നത്. വിത്ത് കോട്ടൺ ലൈനിങ് ആട്ടോ ഇനി കൊടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ ഇതാണ് അതിന്റെ ലുക്ക് വരുന്നത്. ഇതുപോലെ താഴോട്ട് നല്ല റൗണ്ട് ആയിട്ട് ഇതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടോ. എൻ പോർഷൻ നല്ല ഭംഗിയായിട്ട്, വൈറ്റ് അല്ല, ഓവർ ഒരു വൈറ്റ് അല്ല. ഇതും സാറ്റിൻ ഓർഗൻസ ഫാബ്രിക് ആണ് കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ട് കണ്ടോ. ആ ഫാബ്രിക്കിന്റെ ഷൈനിങ് കാണുന്നുണ്ടോന്ന് അറിയില്ല, ഇതുപോലെ ഉണ്ട്. അതിന്റെ നെക്കിലോട്ട് ഇതേപോലെ യോക്കില് സിൽവർ കളറും ബീഡ്സ്, ചെറിയ ബീഡ്സ് എല്ലാം വെച്ചിട്ടുള്ള ഒരു വർക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത്. വീനൊക്കെ വെച്ചിട്ട് സ്ലീവിന്റെ എൻഡിലോട്ടും വർക്ക് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും സ്പെഷ്യൽ ഇതിന്റെ ആ ഫാബ്രിക് ആണ് കേട്ടോ. അതിന്റെ എൻഡിലോട്ടുള്ള ആ ബോർഡർ ആയിട്ട് ഇതുപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ. ആ പ്ലീറ്റ്സ് എല്ലാം അത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കൊട്ടനൊക്കെ വെച്ചിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് ഒരു ഓവർലാപ്പ് ചെയ്ത് ലേസ് ഒക്കെ വെച്ചിട്ട് ഇതേപോലെ ട്രാൻസ്പെറന്റ് ആയിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ പ്രിന്റ് വരുന്നത് വൈറ്റിലോട്ട് ഇതേപോലെ ഒരു ഡിസൈൻ വരുന്ന സ്ലീവ് എല്ലാം ഇതുപോലെ പഫൊക്കെ വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയാണ് നമ്മൾ ക്രിസ്മസിന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാം റെഡി ടു ഡെസ്പാച്ച് ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യണമെങ്കിൽ 10 വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത്. അതിനകത്ത് എല്ലാം നമ്മൾ